പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് 12-ാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർമാനമായിട്ട് ഇന്ന് ചിന്തിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. കൊരിന്ത്യ ലേഖനം അതിന്റെ 12-ാം അധ്യായം തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടു കൂടെയാണ്. ആ ചോദ്യത്തിനുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു ഉത്തരമാണ് പൗലോസ് അവിടെ നൽകുന്നത്. കൃപാവരങ്ങളെ കുറിച്ചാണ് അവര് ചോദിച്ചത്. ഇങ്ങനെയാണല്ലോ വാക്യം ആരംഭിക്കുന്നത്: നൗ കൺസേണിംഗ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ബ്രദർ, ഐ ഡു നോട്ട് വാണ്ട് യു ടു ബി അൺഇൻഫോംഡ്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ദൈവജനത്തിന് ഉള്ള പരിജ്ഞാനക്കുറവ് അല്ലെങ്കിൽ ജ്ഞാനക്കുറവ് പലപ്പോഴും ചർച്ചസിനെ മിസ്ലീഡ് ചെയ്യുവാനായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, പല വിഷയങ്ങളെക്കുറിച്ച്, അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പുതിയ നിയമസഭ നേരിടുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കുറവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഈ സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കുറിച്ച് പൗലോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഈ ഗിഫ്റ്റ്, എന്താണ് ഈ ഗിഫ്റ്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞായിരുന്നു. ഈ ഗിഫ്റ്റുകൾ, ആത്മാവിന്റെ കൃപാവരങ്ങൾ, അത് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവിന് താല്പര്യമുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവസഭയെ ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവസഭയെ ഡൈവേഴ്സിറ്റി, ഒരാൾക്ക് എല്ലാ കൃപാവരങ്ങളും നൽകിയിട്ടില്ല, അത് ഡൈവേഴ്സ് ആയിട്ടാണ് ഓരോരുത്തരുടെ മേലും ദൈവം കൃപാവരങ്ങളെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ചർച്ചിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഈ ഡൈവേഴ്സ് ആയിട്ട് കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവരവർക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരങ്ങൾ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അത് ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറാനായിട്ട് ഇടയാകും. ഒരു വ്യക്തി ഫോക്കസ്ഡ് ആയിട്ടല്ല ദൈവസഭയെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടി, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ വാശി പിടിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് യൂണിഫോമിറ്റി അല്ല, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെ ദൈവവചനം സംസാരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ വചനത്തിന്റെ എല്ലാവരും ഒരുപോലെ ടീച്ചേഴ്സ് ആകണമെന്നോ അല്ലെങ്കിൽ ഒരുപോലെ രോഗസൗഖ്യം അല്ലെങ്കിൽ പ്രവചിക്കണമെന്നോ, ഇതൊന്നും നമുക്ക് ദൈവസഭയിൽ നിർബന്ധം പിടിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വ്യത്യസ്തമായ കൃപാവരങ്ങളാലാണ് ദൈവസഭയെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു മനോഹാരിത. മൂന്നാമതൊരു കാര്യം, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വളരുക എന്നുള്ളതാണ്. ഇപ്പൊ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസഭയെ ആ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഡൈവേഴ്സിറ്റി ഒക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരണം. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇന്ന് ഞാനൊരു 3 വാക്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4, 5, 6 വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഉള്ള വാക്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമുക്കവിടെ നിർത്താനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നത്രേ. 4, 5, 6 വാക്യങ്ങളോടൊന്ന് വായിച്ചു. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ട്രിനിറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഒന്ന്, ആത്മാവ് ഒരുവനാണ് എല്ലാത്തിന്റെ സോഴ്സ്. ദ സെയിം സ്പിരിറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ദം ഓൾ. ഈ കൃപാവരങ്ങളുടെ എല്ലാം സോഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവാണ് ഈ കൃപാവരങ്ങൾ നൽകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് നൽകുന്നു എന്നുള്ളത് 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സർവീസസ്, ബട്ട് വി സെർവ് ദ സെയിം ലോർഡ്.
കർത്താവിനെ സെർവ് ചെയ്യുവാനായിട്ട് ഒരു സർവീസ് മെന്റാലിറ്റിയോടുകൂടെ ഈ കൃപാവരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് നമ്മളിൽ പ്രവർത്തിക്കുന്നതാരാണ്? ഗോഡ് ഹു ഡസ് ദ വർക്ക് ഇൻ ഓൾ ഓഫ് അസ്. നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ പ്രവൃത്തി യേശുവിനെ ഉയർത്തുക, കർത്താവിനെ സെർവ് ചെയ്യുക. നമ്മളിൽ ഈ കൃപാവരങ്ങൾ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ആ ഒരു ഓർഡർ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച കൃപാവരങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? സെർവ് ചെയ്യാനായിട്ട്, ഒരു സർവീസ് മെന്റാലിറ്റിയോടുകൂടെ ദൈവസഭയെ സെർവ് ചെയ്യുവാനായിട്ട്, കർത്താവിനെ സെർവ് ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് ആരാ? നമ്മളിലൂടെ ചെയ്യുന്നത് ദൈവം. ഞാൻ ഈ വാക്യം ചിന്തിച്ചപ്പോൾ നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക്, നമ്മൾ പലപ്പോഴും ഈ ഓർഡർ ഒന്ന് തെറ്റിക്കാറുണ്ട്. നമ്മൾക്ക് ഈ ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം മാറി നമ്മൾ പ്രവർത്തിക്കുന്നതായി കഴിയുമ്പോൾ ഈ ഓർഡർ മുഴുവനും അങ്ങ് തെറ്റും. ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഓർഡർ മുഴുവനും തെറ്റി. ദൈവം പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ പ്രവർത്തിക്കാൻ പോയാൽ പ്രശ്നമായിട്ട് മാറും. എനിക്ക് തോന്നി ഈ 4-ാമത്തെ വാക്യത്തിൽ വലിയ പ്രശ്നമില്ല. Now there are variety of gifts but the same spirit. പരിശുദ്ധാത്മാവിനാലാണ് നമുക്കെല്ലാം ഈ ഗിഫ്റ്റ്സ് ലഭിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല, അല്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സെർവ് ഓർ ഗ്ലോറിഫൈ ഗോഡ്. ഈ ചർച്ച ഈ 3 കാര്യങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഗിഫ്റ്റ് എല്ലാം നമുക്ക് തരുന്നത് യൂണിറ്റി, ഡൈവേഴ്സിറ്റി, മെച്ചൂരിറ്റി, ഈ 3 കാര്യങ്ങളിലും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഉണ്ടായ ഒരു പ്രോബ്ലം, ഈ ഗിഫ്റ്റിനാലാണ് ഇപ്പം പലപ്പോഴും സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്, സെപ്പറേഷൻ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് തൊടുവാനായിട്ടിടയായി. കാര്യം ഒരാൾക്കൊരു ഗിഫ്റ്റ് ലഭിച്ചാൽ പിന്നെ അതൊരു സെപ്പറേഷന് കാരണമായിട്ട് അങ്ങ് മാറുക. പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഗിഫ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധ്യം ദൈവസഭയിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരത്തുള്ളൂ. ഇതിനെക്കുറിച്ച് വലിയൊരു ബോധ്യം നമ്മുടെ അകത്ത് വേണം. അപ്പം വി ഓൾ റിസീവ് ഫ്രം ദ സെയിം ഗോഡ്, വി സെർവ് ദ സെയിം ബോഡി. ഇപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സഭയാം ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. വി ഹാവ് ഓൺ ബാപ്റ്റിസം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. God is working in you, will give you the desire and the power to do what pleases him. അപ്പൊ ദൈവമാണ് നമ്മളിൽ ഈ ഡിസയറും ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് തോന്നും, അയ്യോ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, എൻ്റെ സമയം മാറ്റി വയ്ക്കുന്നല്ലോ, ഞാൻ ഉപവസിക്കുന്നല്ലോ, പ്രാർത്ഥിക്കുന്നല്ലോ. അപ്പൊ ഈ ഡിസയർ പോലും എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയല്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു. അപ്പൊ ദൈവമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു, വിൽ ഗീവ് യു ദ ഡിസയർ ആൻഡ് ദ പവർ ടു ഡു വാട്ട് പ്ലീസസ് ഹിം. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഓൾ ഗ്ലോറി വിൽ ഗോ ടു ഗോഡ്. ഇതിനകത്ത് നമുക്ക് അഭിമാനിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ബോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. എല്ലാം ഓൾ ഗ്ലോറി വിൽ ഗോ ടു ഗോഡ്. ഹല്ലേലൂയ. എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൃപാവരങ്ങളാ പലപ്പോഴും ദൈവസഭ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആവർത്തന വിരസത തോന്നരുത്. ഇത് പറഞ്ഞതിന്റെ കാര്യം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവസഭയെ പണിയാൻ തന്ന ഒരു കാര്യം, അത് ദൈവസഭയ്ക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ദൈവസഭകൾ മാറുന്നു. ഹല്ലേലൂയ. അപ്പൊ എത്ര കെയർഫുൾ ആയിട്ട് ഈ ഗിഫ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ്. ഈ 3 അധ്യായങ്ങൾ പൗലോസ് വളരെ നീണ്ട ഒരു കത്തെഴുതുകയാണ്. ഒരു വാക്യത്തിലോ 2 വാക്യത്തിലോ ഒതുക്കാതെ
അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒതുക്കാതെ ഈ 3 അധ്യായങ്ങളിൽ ഇത്രയും വാക്യങ്ങളായിട്ട് ഒരു 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 വിഷയത്തെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ആ കർത്താവിന്റെ ദാസന് എഴുതണമെങ്കിൽ അത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും എന്തുകൊണ്ട് നമ്മുടെ സഭകൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ദൈവവചനത്തിൽ അതിന്റെ ആഴങ്ങൾ നമുക്ക് ഏതാണ്ട് കൂടുതൽ അറിയാവുന്നൊന്നും അല്ല പറയുന്നത്, എന്നാലും ദൈവവചനത്തിന്റെ കിട്ടിയ വെളിപ്പാടുകൾ കൊരിന്ത്യ ലേഖനത്തിന് വേണ്ടിയിട്ട് ഈ കൊരിന്ത്യ സഭയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ ഓർത്ത് സത്യത്തിൽ നമ്മൾ സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണല്ലോ പൗലോസ് ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലെറ്റർ എഴുതി അത് ഈ ദൈവസഭകൾക്കും ഇന്നുള്ള ദൈവസഭകൾക്കും അതൊരു വലിയൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ കാരണം. എന്നാൽ അന്ന് കൊരിന്ത്യ സഭയിൽ ഈ വിഷയങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലായിരുന്നു. അവരതുകൊണ്ട് അവർക്ക് കിട്ടിയ കൃപാവരങ്ങളൊക്കെ അതൊരു ടൂൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാതെ അവരതെല്ലാം ഒരു ടോയ് പോലെ അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് കിട്ടിയ കൃപാവരങ്ങൾ നമ്മുടെ കയ്യിലെ ടോയ്സ് ആണോ, ഇത് വെച്ച് കളിക്കുകയാണോ, അതോ ആർ വി ബിൽഡിംഗ് ദ ചർച്ച്? ആ ബോഡിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രശംസയ്ക്കോ നമ്മുടെ പുകഴ്ചയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്കുള്ളൊരു രസത്തിന് വേണ്ടിയിട്ട് കളിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് കൃപാവരങ്ങളെ കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. കാര്യം ഇത് വളരെ സീരിയസ് ആയിട്ട് അന്നേരം നമുക്ക് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഇപ്പൊ സെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ സോഴ്സ്, നോട്ട് അറ്റ് ദ എക്സ്പ്രഷൻ ലെവൽ. ഒരേ ആത്മാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരേ ആത്മാവ് പലർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ ചിന്തകൾ വരത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? അവിടെ തന്നെ ഒരു യൂണിറ്റി ഉണ്ട്. ഇപ്പൊ പലരിലൂടെ കിട്ടിയ സ്പിരിറ്റ് അല്ല, നമുക്കെല്ലാം കിട്ടിയ കൃപാവരങ്ങൾ, വ്യത്യസ്തമായ കൃപാവരങ്ങൾ നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കൃപാവരങ്ങളുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. നമുക്കത് പലപ്പോഴും മനസ്സിലാകുന്നില്ലായിരിക്കാം, നമ്മൾ പക്ഷെ അതിനെ ഒരു കൃപാവരമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ നമുക്കെല്ലാം ഉണ്ട്. ഓരോ കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് തരുന്ന ആളുടെ ഇന്റൻഷൻ, അവിടെയാണ് ഈ ദൈവസഭയെ പണിയുക, അതേ ഒരു യൂണിറ്റി അവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് വാക്യങ്ങളും കൂടെ ചേർന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വി ആർ ഓൾ ഡിഫറെന്റ്, ബട്ട് വി ഡോണ്ട് വാണ്ട് ടു ബി ദ സെയിം. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. പലപ്പോഴും നമ്മൾ വാശി പിടിക്കാറുണ്ട്, എല്ലാവരും നമ്മളെ പോലെ ആയിരിക്കണം, നമ്മളെ ബിഹേവ് ചെയ്യണം, നമ്മളെ പോലെ ശുശ്രൂഷിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ താല്പര്യം ഇവരെല്ലാം ഡിഫറെന്റ് ആയിരിക്കണം. എന്നാൽ ഡിഫറെന്റ് ഗിഫ്റ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ദൈവസഭയുടെ പണി ഉണ്ടാകത്തുള്ളൂ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവന് ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. Having gifts that were according to the grace given to us. അപ്പോൾ ഇത് ഡിഫറെന്റ് ആയിരിക്കണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ താല്പര്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടെ വായിച്ചു. Grace was given to each one of us according to the measure of Christ's gift. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ കൃപ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കൃപകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ കൃപകളെ നാം മനസ്സിലാക്കുക. ഇത് നാം ഉപയോഗിക്കാതിരിക്കുന്നതും ഇസ് എ പാർട്ട് ഓഫ് മിസ്യൂസ്. 1 പീറ്റർ അതിന്റെ 4-10, 1 പത്രോസ് 4-10.
ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും അല്ല 1 പത്രോസ് 4:10. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അപ്പൊ ഓരോരുത്തർക്കും വരം ലഭിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വരം ലഭിക്കാതെ എങ്ങനെയാ ഗ്രഹവിചാരകന്മാരായി മാറുന്നത്? ഇപ്പൊ പത്രോസിന്റെ ലേഖനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ പാർട്ടാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു റോളുണ്ട്. അതിന്റെ വരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതില് ഗ്രഹവിചാരകന്മാരായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി അതിന്റെ 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇവിടെ പറയുന്നു, there are different kind of service, but we serve the same Lord. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. 1 കൊരിന്ത്യർ 12:5. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ഇപ്പൊ മിനിസ്ട്രി സർവീസ് gifts are not given for the status but for the service. ഇപ്പൊ നമുക്ക് എന്തിന് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്തിനാണ് ഇത് കൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളെല്ലാം മറന്നുപോകും, കൂടെ മറന്നുപോകും. ഈ ഗിഫ്റ്റഡ് ആരെങ്കിലും ഒക്കെ കുറച്ചൊന്ന് പൊക്കി പറയുമ്പോൾ, ആരെങ്കിലും ഒക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടിയിട്ടല്ല ഇത് തന്നേക്കുന്നത്, സർവീസിന് വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:7 വായിച്ചത്, സെയിം ലോർഡ് ജീസസ് ഹു ടുക്ക് ഓൺ ദ ഫോം ഓഫ് സെർവന്റ്. ഫിലിപ്പിയ ലേഖനം 2:7. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ ുള്ളവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ ജീവനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, കർത്താവ് തന്നെ ഹി ടുക്ക് ദ ഫോം ഓഫ് എ സെർവന്റ്. നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കൃപാവരങ്ങൾ അത് സർവീസിനങ്ങായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. The gift expression is always shaped by the Lord's servanthood. ഇതെന്താ ആ സഭയിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, Paul is rebuking Corinthians to use the gifts for self-exhortation and the status competition. Praise the Lord. ഇന്നും ഏതാണ്ടൊക്കെ നടക്കുന്ന അതൊക്കെ തന്നെയല്ലേ. ഇന്നാക്ക് ഇന്ന ഗിഫ്റ്റ് ഉണ്ട്, ഇന്ന് ഈ ദൈവദാസൻ പുള്ളി മറ്റേയാളെക്കാൾ നല്ലതാണ്, കേമനാണ്. കമ്പാരിസൺ ഒരു ഇത് സഭയാം ശരീരത്തിന്റെ അവയവങ്ങളാണെങ്കിൽ അവയവങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കമ്പാരിസൺ ഇല്ല, അവയവങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റാണ് ചെയ്യുന്നത്, അവരൊരിക്കലും കമ്പയർ ചെയ്യുന്നില്ല, കോമ്പറ്റീഷൻ ഇല്ല. ഒരിടത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഏറ്റവും പ്രയോജനമുള്ള അവയവത്തിനാണ് ഏറ്റവും ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. പലപ്പോഴും അന്നത്തെ കാലയളവിൽ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് എത്ര ആഴത്തിലുള്ള ഒരു എക്സാമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ആ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ കാറും ഇതൊന്നുമില്ല, ആൾക്കാർ കൂടുതലും നടന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഈ കാലിന്റെ കാര്യം വളരെ കഷ്ടമാണ്. അതും ഈ മണ്ണും മരുഭൂമിയിലൂടെ ഒക്കെ നടന്ന് കാല് മുഴുവനും അഴുക്കായി അങ്ങനെ നിൽക്കുന്ന കാലിന് സത്യം പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഇതിങ്ങനെ ഒരു വല്ലാത്ത ഒരു രൂപത്തിലൊക്കെ ആക്കി. അന്ന് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കാല് കഴുകാൻ വെള്ളം കൊടുക്കും. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് കാല്. ഇതില്ലെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കിടക്കയിൽ നിന്ന് ഒന്ന് എണ്ണീറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ കാലുള്ളപ്പോൾ അതിന്റെ വില നമ്മൾ അറിയുന്നില്ല. മുട്ടുവേദനയൊക്കെ ആയി കഴിയുമ്പോഴാണ് കുറച്ചൊക്കെ നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത്
ഈ കാല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പറഞ്ഞതിൻ്റെ ഉദാഹരണം. എന്നാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു പരിഗണനയും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ മുഖത്തുള്ള ക്രീം എല്ലാം തേച്ച് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടു നടക്കും. ഈ പുള്ളി അങ്ങോട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാതാണ്. ഇങ്ങനെ മുഖം ഇങ്ങനെ വല്ലവരും കാണുമ്പോൾ കാണാം എന്നുള്ള അല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഇതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഈ സഭയിൽ നമുക്ക് ഈ കൃപാവരങ്ങളൊക്കെ തന്നിരിക്കുന്ന ഒരു വലിയ ഒരു പർപ്പസോട് കൂടിയ കർത്താവിനെ സെർവ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, ഈ ബോഡിയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്ത് അപ്രീസിയേഷൻ ഒന്നും ലഭിക്കണമെന്നില്ല. പക്ഷെ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വളരെ സിൻസിയറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, എന്തിനാ പിന്നെ ഈ കൃപാവരം അല്ലേ? ഇത് നമുക്കൊരു പ്രയോജനം ഇല്ലാത്തൊരു കാര്യം, എന്തിനാ ഈ കൃപാവരം? ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. അതിലെ ഒരാൾക്ക് ഇച്ചിരി ഷോപ്പിങ്ങിനോടൊക്കെ ഇച്ചിരി താല്പര്യമുണ്ട്, ഒരാൾക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെയുള്ള ഈ 2 പേരെയും കുറിച്ച് ഞാനൊരു ഭാവന പറയാം കേട്ടോ, നിങ്ങൾ അവരെ ഇങ്ങനെ ചിന്തിക്കരുത്. അപ്പം ഇവർ 2 പേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. ഈ ഷോപ്പിങ്ങിന് ഇച്ചിരി താല്പര്യമുള്ള പുള്ളിക്ക് ഒന്നും മേടിച്ചില്ല, മറ്റേ ആകാൻ മേടിച്ചത് മുഴുവനും. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ കൊടുക്കുക, ഈ സാധനം എല്ലാം നീ പിടിച്ചോണം, ഇതെല്ലാം ആർക്കുള്ളതാ? മറ്റേ ആൾക്കുള്ളതാ. ഇങ്ങനെ വരുമ്പോൾ ചില മുഖത്തിൽ ചില ഭാവവ്യത്യാസങ്ങളൊക്കെ നമ്മൾ കാണും. ഇത് പ്രാക്ടിക്കലായിട്ടൊന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഇതുപോലെയാണ് ഞാൻ ആലോചിച്ചിട്ട് കൃപാവരം. ഇതെന്നും നമുക്ക് വേണ്ടിയിട്ടല്ല, ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനെ എത്രത്തോളം സിൻസിയറായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. സർവീസ്, ഹല്ലേലൂയ. ദൈവസഭയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദൈവസഭയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റുകൾ, വചനത്തിന്റെ പ്രകാശനം, നമുക്ക് തന്നിട്ടുള്ള പ്രവചനം, നമുക്ക് തന്നിട്ടുള്ള രോഗശാന്തി വരം, ഏത് വരങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ആ ചോദ്യം ചോദിക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ ദൈവസഭയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം കൃപാവരങ്ങളെ നൽകുവാനായിട്ട് ആഗ്രഹിച്ചാൽ എത്ര പേര് അതിനകത്ത് സിൻസിയറായിട്ട് കർത്താവെ കൃപാവരങ്ങൾ എനിക്ക് നൽകണം, ദൈവസഭയെ എനിക്ക് സെർവ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു ഇന്ന് കൃപാവരങ്ങളോട് ഇത്രയും അങ്ങ് താല്പര്യം കൂടിയത്, കൃപാവരങ്ങളൊക്കെ ഉള്ളവര് നന്നായിട്ട് അതൊരു സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നാം കാണുവാനായിട്ടിടയായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൃപാവരങ്ങളുടെ പുറകെ നമ്മൾ ഇന്ന് ഇത്രയ്ക്ക് അങ്ങ് ഇൻട്രസ്റ്റ് ആയിട്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ നമ്മൾ പോകുന്നത്. എന്നാലൊന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇതും കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പ്രവചന വരം ലഭിച്ചിട്ടുണ്ട്, പക്ഷേ കർത്താവ് പറയാം നിനക്ക് പ്രവചന വരം തന്നിട്ടുണ്ട്, പക്ഷെ നിന്റെ ഒരു കാര്യവും ഞാൻ നിന്നോട് വെളിപ്പെടുത്തത്തില്ല. സഭയിലുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് ദൈവസഭയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് പൗലോസ് ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് സെൽഫ് എക്സോർട്ടേഷന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടല്ല ഈ കൃപാവരങ്ങളെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ്? ഈ ഗിഫ്റ്റ്സ് ആർ ഗിവൺ ടു എക്യുപ്പിംഗ് ഓഫ് സെയിൻസ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം എന്ന് വായിച്ചു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ന്റെ 11. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഇപ്പൊ എന്തിനായി കൃപാവരങ്ങള് ദൈവം തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, വിശുദ്ധന്മാർക്കും യഥാസ്ഥാനം ആവശ്യമാണ്. പിന്നെ എന്താ പറഞ്ഞത്? യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയ്ക്കുള്ള വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവനും.
ഈ കൃപാവരങ്ങളെ കുറിച്ചുള്ള വലിയൊരു ഉദ്ദേശം, ആരെയായി സെർവ് ചെയ്യേണ്ടത്? ബോഡിയാണ് സെർവ് ചെയ്യേണ്ടത്. ആരായി ബോഡി? നമ്മുടെ ബോഡിയല്ല, സഭയാം ബോഡിയാണ് നമ്മൾ ഈ കൃപാവരങ്ങൾ കൊണ്ട് സെർവ് ചെയ്യേണ്ടത്. അടുത്ത വാക്യത്തിലേക്ക് പോകാം. 6-ാമത്തെ വാക്യം 12-ാം അധ്യായത്തിന്റെ. കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അപ്പം in every believer is a specific place in divine activity. കാര്യം ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് അനുസരിച്ചാണ്. നമ്മൾ പലപ്പോഴും പറയത്തില്ല, ഈ കുക്ക് ചെയ്യുമ്പോൾ പലരും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറയത്തില്ലേ. ഇതിനകത്ത് ഒരാൾ മാസ്റ്ററായിട്ട് വേണം, ഒരാളുടെ നിർദ്ദേശപ്രകാരം വേണം ഈ കാര്യങ്ങളെല്ലാം നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ 4-5 പേരിരിക്കുന്നവരെല്ലാവരും പോയി ചിലപ്പം കുറച്ച് ഉപ്പ് കൂടുതലിടും, ഒരാൾ ഉപ്പിടും, അടുത്ത ആളും വന്ന് ഉപ്പിടും, ഇതെല്ലാം കൂടെ ശരിയാകത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ വേണം. അതാണ് ഈ പറഞ്ഞ കൃപാവരങ്ങളാണെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാത്തിനെയും കൂടെ ഇതിന്റെ എല്ലാം ചീഫായിട്ട് ഒരാളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് ഈ കൃപാവരങ്ങൾ ഓരോരുത്തരുടെ മേലും സ്പെസിഫിക് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ കൃപാവരങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാം every believers is a specific place of divine activity. അപ്പൊ ദൈവം നമുക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോയി കംപ്ലൈന്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനെ എനിക്ക് ഇതല്ല വേണ്ടത്, വേറൊന്നായിരുന്നു വേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ കർത്താവിനറിയാം ഓരോ സ്ഥലത്തിലും ഓരോ പ്ലേസിലും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതിനകത്ത് ദൈവത്തിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. അതിൻ്റെ ഒരു ഓൾ പിക്ചർ ഒരു പക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം. കാര്യം ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഇരിക്കുന്നത് കർത്താവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവിക വേലയിൽ നമുക്ക് വലിയൊരു ഹോപ്പ് ഉള്ളത്. കാര്യം ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കർത്താവാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പാർട്ട് ഞാൻ ചെയ്യുമ്പോൾ ഇതൊരു ഗ്ലോബൽ ബോഡിയിൽ അത് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ കർത്താവിന് അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇതാണ് 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഗോഡ് വർക്ക്സ് ഇൻ ഡിഫറെന്റ് വേസ്, ബട്ട് ഇറ്റ് ഈസ് സെയിം ഗോഡ് ഹു ഡസ് ദ വർക്ക് ഇൻ ഓൾ ഓഫ് അസ്. എന്നാലേ ശരിയാകത്തുള്ളൂ. നമ്മൾ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമായി മാറും. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നോ അത് നീ എന്നിലൂടെ ചെയ്യണം. പ്രൈസ് ഗോഡ്. ഇനിയും ഈ 7-ാമത്തെ വാക്യമാണ് ഇതിനെല്ലാം നമ്മൾ യോജിപ്പിക്കുന്ന ഒരു തിസീസ് എഴുതാനുള്ള ഒരു വാക്യമാണിത്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഈസ് ഗിവൺ ടു ഈച്ച് വൺ ഓഫ് us so we can help each other. Praise the Lord. To help each other, each one. യൂണിവേഴ്സലായിട്ട് ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ഒരു വിശ്വാസിയും അല്ലെങ്കിൽ ദൈവസഭയുടെ ഒരവയവത്തിനും ഗിഫ്റ്റ്ലെസ് ആയിട്ടില്ല. എല്ലാവരിലും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. Each one has given the manifestation of the Spirit. രണ്ടാമത്തെ വേർഡ് അവിടെ യൂസ് ചെയ്തേക്കുന്ന മാനിഫെസ്റ്റേഷൻ. The Spirit become visible, tangible, discernible through each members. ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ ജ്വലനം അല്ലെങ്കിൽ അതിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്ന 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചു. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. അപ്പൊ വാട്ട് ഈസ് ബെനിഫിഷ്യൽ? അതാണ് അവിടെ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സോഫ്റ്റ് സജഷൻ ബട്ട് എ തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ്. ദ ഗിഫ്റ്റ് വെയർ ഡിസൈൻഡ് ഫോർ എ കമ്മ്യൂണിയൽ ബെനിഫിറ്റ്. ഇപ്പൊ ദൈവസഭയുടെ
ഈ കമ്മ്യൂണിയൽ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ്സ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ദ യൂസ് ഓഫ് ഗിഫ്റ്റ്സ് ഡസ് നോട്ട് ബെനിഫിറ്റ് ദ കമ്മ്യൂണിയൽ ഈസ് എ മിസ്യൂസ്. അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് ദൈവസഭയ്ക്കും ഈ ശരീരമാകുന്ന ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അത് ഒരു മിസ്യൂസ് ആണ്. അത് ദൈവസന്നിധിയിൽ നാം ആൻസറബിൾ ആയിട്ടുള്ള ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മൾക്കിതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എത്ര സീരിയസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് നമ്മളത് യൂസ് ചെയ്യാതിരുന്നാൽ പോലും അതിനെ മിസ്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം ദൈവസഭയെ എഡിഫൈ ചെയ്യണം. 1 കൊരിന്ത്യർ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവാഹത്തെ കുറിച്ചാണ് ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒരുവൻ അങ്ങനെയും ഒരുവൻ ഇങ്ങനെയും. അപ്പൊ ദൈവത്തിന്റെ ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ ഇവിടെ കുറെ ലിസ്റ്റുകൾ പല അധ്യായങ്ങളിലായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുമെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഇതിലും അധികമായിട്ടുള്ള ഗിഫ്റ്റുകൾ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാളും അധികമായിട്ടുള്ള ഗിഫ്റ്റ്സുകൾ പരിശുദ്ധാത്മാവ് ഈ കാലയളവിൽ ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഗിഫ്റ്റുകൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിൽ അതെല്ലാം മിസ്യൂസ് ആണ്. ഇതിനെ റോങ് ആയിട്ട് ഉപയോഗിച്ചാലും ഇത് മിസ്യൂസ് ആണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് ഈ ഓരോ ഗിഫ്റ്റും നമുക്ക് തരും ഗിഫ്റ്റിനെയും ഓൾ പർപ്പസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഈ നമ്മളിൽ ഒരു എഡിഫിക്കേഷൻ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു എഡിഫിക്കേഷൻ ഉണ്ടാകണം. അത് ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നതായിട്ട് മാറണം. നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതായിട്ടല്ല, ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നതായിട്ട് മാറണം. നമുക്ക് ദൈവവചനം സംസാരിക്കാൻ കൃപയുണ്ടെങ്കിൽ ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നതായിട്ട് കഴിയണം. നമ്മൾ പ്രവചിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ദൈവസഭയെ ബിൽഡ് ചെയ്യണം. അത് ദൈവസഭയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനല്ല, ദൈവസഭയെ ബിൽഡ് ചെയ്യുവാനായിട്ട് ഇടയാക്കണം. ഇപ്പൊ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ വായിക്കേണ്ട അത് എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ ഗിഫ്റ്റ്സുകളെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്ന് പല വാക്യങ്ങൾ ഇതിലോട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെയും ആ വാക്യങ്ങൾ വായിക്കുന്നില്ല. ഇനിയും ഈ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാനിവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ഗിഫ്റ്റ്സുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഗിഫ്റ്റ്സുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഒരുപാട് ലിസ്റ്റ് ഓഫ് ഗിഫ്റ്റ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈ ഗിഫ്റ്റ്സിനെ ഒരു 5ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ, ഒരിക്കലും വിചാരിക്കരുത് ഈ 5 ഡിവിഷനെ ഉള്ളതെന്ന്. 5ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ ഒരു കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് അട്ടറൻസ് ഗിഫ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ടങ്സ്, പ്രോഫസി, ഇന്റർപ്രിട്ടേഷൻ, ഇതൊക്കെ അത് വാ കൊണ്ട് സംസാരിക്കുന്നതിലൂടെ അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പവർ ഗിഫ്റ്റ്സിനെ കുറിച്ചാണ്. ദ പവർ ഓഫ് ഹീലിംഗ്, മിറക്കിൾസ്, ഫെയ്ത്ത്. പിന്നെ ഒന്ന് കൺസിഡർ ചെയ്താൽ വേറൊരു കാറ്റഗറി നമുക്ക് കാണാം, റെവലേഷൻ ഗിഫ്റ്റ്സ്, ഡിസേൺമെന്റ്, മെസ്സേജ് ഓഫ് സ്പെഷ്യൽ നോളജ്. വേറൊരു ടൈപ്പ് ഓഫ് ഗിഫ്റ്റ്സ് ആണ് ഗിഫ്റ്റ്സ് ഓഫ് സെർവ് ചെയ്യുവാൻ, ലീഡ് ചെയ്യാനായിട്ടുള്ള ഗിഫ്റ്റ്. പിന്നെ മറ്റൊരു ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഓഫ് ഹെൽപ്പ്, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്, ചിലരെ ബിൽഡ് ചെയ്യുവാനായിട്ട്, ചില നീഡിലിരിക്കുന്നവരോട്
അവരെ ഒന്ന് ആ ഒരു മൊമെന്റിൽ സംസാരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരോടൊന്ന് സഹായിക്കാനായിട്ട്, ഇതെല്ലാം ഗിഫ്റ്റ്സിന്റെ കൂട്ടത്തിലുള്ളതാണ്. ചില ഗിഫ്റ്റ്സിനെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചില ഗിഫ്റ്റ്സിന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ്സുകളാണ്. ഇവിടെ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഗിഫ്റ്റ്സിനെ കുറിച്ച് ഈ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുവാനായിട്ടിടയായി. അതോടെ ഒപ്പം തന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ വായിക്കാം. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം അടുത്തൊരു അധ്യായത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിന് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 13 വരെ നമ്മൾ വായിച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് എന്നുള്ളതും എത്ര ഗിഫ്റ്റ്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യവും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിൽ പൗലോസ് ഇതിനകത്ത് ഒരു 19 ഗിഫ്റ്റ്സിനെ കുറിച്ച് ഈ പാസേജസിലെല്ലാം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് he was not interested in talking about all the gifts. ഓരോ സഭയ്ക്കും ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ചില ഗിഫ്റ്റ്സുകൾ കൂട്ടുകയും ചില ഗിഫ്റ്റ്സുകൾ അതിനകത്തുനിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, പൗലോസിന്റെ ഉദ്ദേശം ഇവിടെ ഇത്ര ഗിഫ്റ്റേ ഉള്ളെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ 19 ഗിഫ്റ്റേ ഉള്ളെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് ഗിഫ്റ്റുകൾ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യമായ അന്നത്തെ നീഡിനെ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ഗിഫ്റ്റുകൾ ദൈവസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും അതുപോലെ ഗിഫ്റ്റുകളെ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് തന്നെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല, ഇത് ചർച്ചിന് കൊടുത്ത ഗിഫ്റ്റാണ്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14:12. ഔവണ്ണം നിങ്ങളും ആത്മീക വരങ്ങളെ കുറിച്ചുള്ള വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ പ്രാർത്ഥനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അപ്പൊ സഫലന്മാരാകണം. സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയിട്ട് സഫലന്മാരായി ആകുവാൻ ശ്രമിപ്പീൻ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ഗിഫ്റ്റ്സുകളെല്ലാം വീണ്ടും 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 ഞാനത് പറയുകയാണ്. നമ്മുടെ ഗിഫ്റ്റ്സുകളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയിട്ട് ആയിത്തീരണം, പ്രകാശത്തിന് വേണ്ടിയിട്ട് ആയിത്തീരണം. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആയിത്തീരണം. ഈ ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഞാൻ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നിന്നുള്ള സമയങ്ങൾ, കോമൺ ആയിട്ടുള്ള ഡിസ്കഷൻ സമയങ്ങളെ മാറ്റിവെക്കുന്നു. ഇന്ന് കേട്ട വചനം എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും നമ്മുടെ സെൽഫ് ബോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാം അതിനകത്തുനിന്ന് എന്തെങ്കിലും ഗെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടോ ആയിരിക്കരുത്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇതെല്ലാം ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ദൈവസഭയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം. അപ്പോൾ ഓരോ ഗിഫ്റ്റുകൾ നമ്മൾ ആദ്യം നമുക്ക് ലഭിച്ച ഗിഫ്റ്റുകളെ നാം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നാം ആ ഗിഫ്റ്റുകളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഗിഫ്റ്റുകൾ ദൈവസഭയ്ക്ക് എങ്ങനെ പ്രയോജനമാക്കി തീർക്കുന്നു എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് ഡിസേൺ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. എന്ന് കേട്ട ദൈവവചനം ഒരിക്കലും അത് ഒരു അറിവിനായിട്ട് മാത്രം നിൽക്കാതെ അതിലുപരിയായി ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിത്തീരണം. ഈ കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ ഇച്ഛിക്കണം, വാഞ്ചിക്കണം. പക്ഷെ ഇതെല്ലാം
ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് ലഭിച്ച വ്യക്തികൾ വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ അതിനെ ഉപയോഗിക്കണം. ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനകത്തൊന്നും ആരും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. നിങ്ങൾക്കത് നിങ്ങളുടെ മാനത്തിന് വേണ്ടിയിട്ടോ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നാം കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അന്ന് ഈ പറയുന്ന നമുക്ക് ഈ ഗിഫ്റ്റുകൾ തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ഇതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ അതിന്റെ റിസൾട്ട് നമുക്ക് ടാൻജിബിൾ ആയിട്ട് ഇന്ന് കാണണമെന്നില്ല, നമുക്കൊരു പക്ഷേ അത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഗിഫ്റ്റ് തന്ന ദൈവത്തിന് വളരെ സ്പെസിഫിക് ആയിട്ടും വളരെ വ്യക്തമായിട്ട്, നമ്മുടെ കർത്താവിന് തെറ്റത്തില്ലല്ലോ, നമ്മുടെ ദൈവത്തിന് തെറ്റത്തില്ല. നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഒരു സ്ഥലത്ത് ദൈവം അവരെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറയിലുള്ള വലിയൊരു പർപ്പസ് ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകണമെന്നില്ല, നിങ്ങളുടെ പാസ്റ്ററിന് മനസ്സിലാകണമെന്നില്ല, കൂട്ടുവിശ്വാസികൾക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്പെസിഫിക് പ്ലാനിലും പർപ്പസിലുമാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ അത് ഏത് തന്നെ ആയിക്കോട്ടെ, ഒരുപക്ഷെ സഹായം ചെയ്യാനായിട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ സെർവ് ചെയ്യാനായിട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ ഡിസേൺമെന്റിന്റെ ഗിഫ്റ്റ് ആയിരിക്കാം, ഒരുപക്ഷെ ഹീലിംഗിന്റെ ഗിഫ്റ്റ് ആയിരിക്കാം, മിറക്കിളിന്റെ ഗിഫ്റ്റ് ആയിരിക്കാം, ടങ്സ് ആയിരിക്കാം, പ്രോഫസി ആയിരിക്കാം, ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണം. അത് ഒരു സജഷൻ അല്ല, അതൊരു കമാൻഡ്മെന്റ് ആണ്. അത് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാത്തിനും നമുക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്രയും അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് വളരെ സീരിയസ് ആയുള്ളൊരു കാര്യം കൊണ്ടും ഈ കാലഘട്ടത്തിൽ പലരും അതനുസരിച്ച് തെറ്റിപ്പോകുന്നത് കൊണ്ട് പല വിഷയങ്ങളിലും നമുക്ക് തന്നെ ഭാരം തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവിന്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ ദൈവവചനത്തിനകത്തുള്ള പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടും ഇന്ന് തെറ്റായ രീതികളിൽ പോവുകയും, അതിന് ഡീറ്റെയിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, തെറ്റായ രീതികളിൽ പോവുകയും ദൈവത്തെക്കാൾ കൂടുതൽ വ്യക്തികളെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മൾ ഇത് പഠിക്കണം, ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണം, മറ്റുള്ളവരെ എക്വിപ്പ് ചെയ്യണം. ഇതെല്ലാം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ.